നോമ്പുകാലത്ത് നാം കീഴടക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മാരക പാപമാണ് മടി അഥവാ അലസത. ആത്മീയവും ലൗകികവുമായ കടമകളിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് മടി. മടി എന്നത് വെറുതെ ഇരിക്കുക എന്നത് മാത്രമല്ല, മറിച്ച് ചെയ്യേണ്ട നന്മകൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുന്ന അവസ്ഥയാണ്. ഇത് ആത്മാവിനെ തളർത്തുകയും ദൈവത്തോടുള്ള താല്പര്യം കുറയ്ക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കാനുള്ള മടി, പള്ളിയിൽ പോകാനുള്ള വിമുഖത, വചനവായന ഒഴിവാക്കൽ എന്നിവ ഇതിന്റെ ഭാഗമാണ്. ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടാൻ മടി കാരണമാകുന്നു. നോമ്പുകാലത്തെ ലക്ഷ്യമായ ആത്മീയ ഉണർവിനെ ഏറ്റവും വലിയ തടസ്സമാണ് ഈ മന്ദത. നമുക്ക് ദൈവം നൽകിയിട്ടുള്ള താലന്തുകളും കഴിവുകളും ഉപയോഗിക്കാതെ വെറുതെ കളയുന്നത് വലിയൊരു തെറ്റാണ്. കുടുംബത്തോടും സമൂഹത്തോടുമുള്ള കടമകൾ സ്നേഹത്തോടെയും ഉത്തരവാദിത്വത്തോടെയും ചെയ്യുമ്പോഴാണ് നാം ദൈവഹിതം നിറവേറ്റുന്നത്. മടിയെ തോൽപ്പിക്കാൻ ഉത്സാഹം എന്ന പുണ്യം ആവശ്യമാണ്. പ്രാർത്ഥനയിലും പ്രവൃത്തിയിലും ഉന്മേഷം കണ്ടെത്തുക. കർത്താവിനെ സേവിക്കുന്നതിൽ ഉന്മേഷമുള്ളവരായിരിക്കുവിൻ എന്ന തിരുവചനം നമുക്ക് പ്രചോദനമാകട്ടെ. കർത്താവെ, എന്നിലെ അലസതയുടെ അരൂപിയെ നീക്കി ആത്മീയ ചൈതന്യം നിറയ്ക്കണമേ. അങ്ങയെ സേവിക്കാനും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാനും ആവശ്യമായ ഉത്സാഹവും ബലവും എനിക്ക് നൽകണമേ. സമയം വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞ് ഓരോ നിമിഷവും അങ്ങേ മഹിമയ്ക്കായി ഉപയോഗിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ആമേൻ.